കഴിഞ്ഞ 5-6 മാസമായി കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഭക്തസമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. 2016 മുതൽ 26 വരെയുള്ള 10 വർഷക്കാലം കേരളം ഭരിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ കാലഘട്ടത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നത്. CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറും CPM സഹയാത്രികനായ വാസു അടക്കമുള്ളവർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന കാലഘട്ടത്തിലാണ് ശബരിമലയിലെ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണം മോഷ്ടിച്ച് മറ്റിടത്ത് കൊണ്ടുപോയി ഉരുക്കി വിറ്റ് പണമാക്കി തട്ടിയെടുത്തത്. ഇതിൽ പത്മകുമാറിനെയും വാസുവിനെയും അടക്കമുള്ള പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതുമാത്രമല്ല, ഇതിന് ഇടനിലക്കാരായി നിന്നവർ, ഈ സ്വർണം വാങ്ങിയവർ, ഈ സ്വർണം വിൽക്കാൻ കൂട്ടുനിന്നവർ, ഈ സ്വർണം മോഷണത്തിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ, ശങ്കർദാസ് ഉൾപ്പെടുന്ന ആളുകൾ ജയിലഴിക്കുള്ളിൽ പോയത് കേരളം കണ്ടതാണ്. അന്ന് ആദ്യഘട്ടങ്ങളിൽ കേസ് അന്വേഷണം സുതാര്യമായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം നടന്നത്. പ്രധാന പ്രതികളെ കോടതിയുടെ നിർദ്ദേശാനുസരണം അറസ്റ്റ് ചെയ്തു. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ കെ മുരളീധരനാണ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തനല്ല എന്ന. നിയമോപദേശം തേടിയതിനു ശേഷം ഇനി വേണ്ട കാര്യം ഏതു തരത്തിലാണെന്ന് തീരുമാനിക്കുമെന്ന് കെ മുരളീധരൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി കഴിഞ്ഞു. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു 100% ഭക്തനാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മണ്ഡല മകരവിളക്ക് സമയത്ത് നട തുറക്കുമ്പോഴും മാസപൂജയ്ക്ക് നട തുറക്കുമ്പോഴും അയ്യപ്പന്റെ തിരുസന്നിധിയിൽ തീർത്ഥാടനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർ മണ്ഡല മകരവിളക്ക് കാലത്ത് 41 ദിവസത്തെ വ്രതമെടുത്ത് കല്ലും മുള്ളും നിറഞ്ഞ കാനത പാത താണ്ടി ഇരുമുടിക്കെട്ടുമേന്തി അയ്യപ്പന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ച തങ്ങളുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവെച്ച മലയിറങ്ങുന്ന അയ്യപ്പ ഭക്തർ. ആ അയ്യപ്പ ഭക്തർ തങ്ങൾക്ക് അയ്യപ്പനോടുള്ള പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ കാര്യം നേടിയ ശേഷം കാണിക്കയായി നൽകുന്ന സ്വർണമാണ് ഇത്തരത്തിൽ മോഷണം പോയത്. സ്വർണപ്പാളികൾ വ്യാപകമായി മോഷ്ടിക്കപ്പെട്ടു. എന്നിട്ട് അത് മറ്റൊരിടത്ത് കൊണ്ടുപോയി വിൽപ്പന നടത്തി. ഈ വിൽപ്പന നടത്തുന്നതിന് ഒത്താശ ചെയ്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാറി മാറി വന്ന പ്രസിഡന്റുമാരായിരുന്നു. ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ടായിരുന്നു, ജീവനക്കാരുണ്ടായിരുന്നു. ഇടനിലക്കാരായി പ്രവർത്തിച്ച കുറെ ആളുകൾ ജയിലിനുള്ളിൽ പോയി. എങ്കിലും പലരും ഉള്ളിൽ പോയിട്ടില്ല എന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം വീണ്ടും ആരംഭിക്കാൻ ഈ സർക്കാർ തീരുമാനിച്ചാൽ പലർക്കും ജയിലഴിക്കുള്ളിലേക്ക് പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ദേവസ്വം മന്ത്രിമാർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്ന പരാതി കേരളത്തിലെ ആഭാലവൃതം അയ്യപ്പ ഭക്തർക്കുമുണ്ട്. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു. അവസാനത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന, അതായത് പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ മാത്രം ചുമതലയൊഴിഞ്ഞ PS പ്രശാന്തിനെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇവരെയൊന്നും പിന്നീട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരുന്നില്ല. വാസുവും പത്മകുമാറും ശങ്കർദാസും അടക്കമുള്ളവരാണ് അറസ്റ്റിലായി ജയിലിൽ പോയത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ചെറിയ കുംഭകോണമല്ല. കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ശബരിമല മാത്രമല്ല, ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ കൊള്ള നടന്നിട്ടുണ്ടെന്നാണ് അന്ന് പ്രതിപക്ഷം, ഇന്ന് ഭരണപക്ഷമായ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചത്. അതുകൊണ്ട് കോൺഗ്രസ് ആണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. ആ കോൺഗ്രസ് ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ അന്വേഷണം ഇനി ഉണ്ടാകും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘത്തിന്റെ മറ പിടിച്ച് രക്ഷപ്പെട്ട ആളുകളെല്ലാം വീണ്ടും അന്വേഷണത്തെ പരിധിയിൽ വരുമെന്നും അവരെ ജയിലുകളിലേക്ക് പോകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ വാക്കുകളിൽ വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ഭക്തസമൂഹം നോക്കിക്കാണുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉതകുന്ന തരത്തിൽ നിയമോപദേശം തേടി പുനരന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.